വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.എസ്. അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ 101ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ പൊതു അവധിയാണ്. അദ്ദേഹത്തിന് ആദ്യം തന്നെ നമുക്ക് ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കടക്കാം. എന്തായാലും ഇപ്പോ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർത്തി ഏറെക്കുറെ ശാന്തമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും പാകിസ്ഥാൻ ഏറെക്കുറെ അതിർത്തിയിൽ കൂടുതൽ കാര്യങ്ങൾക്കൊന്നും ചൊറിയാനൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കായിരുന്നു. എന്നും നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഒരു വാർത്ത ഇതിനു വേണ്ടി, ഒരു കോളം ഇതിനു വേണ്ടി മാറ്റി വെച്ചിരുന്നു. അതായത് ജമ്മു കശ്മീരിൽ വെടിവയ്പ്, ജമ്മു കശ്മീരിൽ മറ്റേ ആക്രമണം, മറിച്ച ആക്രമണം, ഇന്ത്യ തിരിച്ചു വെടിവെച്ചു, ഇത്ര റൗണ്ട് അവന്മാർ ഇങ്ങോട്ട് തിരിച്ചു വെടിവെച്ചു. ഇത് ചടങ്ങ് പോലെയായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ യവന്മാര് പിന്നെ ജമ്മു കാശ്മീരിൽ വെടിവെപ്പുമില്ല, ഒന്നുമില്ല, ഇവന്മാര് അടങ്ങി എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷെ 2-3 ദിവസമായിട്ട് നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. എന്ന് പറഞ്ഞാല് ഇന്ത്യ വലിയ വലിയ ചില നീക്കങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ഒരു വ്യോമ സൈനിക അഭ്യാസത്തിനുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോ നോട്ടാം, അതായത് നോട്ടീസ് ടു എയർമാൻ, അതുവഴി സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാനും ഈ ഒരു സൈനിക അഭ്യാസത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. പിന്നെ ഇതിന് കുറച്ചുകൂടെ ഒരു 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 സീരിയസ്നെസ് നമ്മൾ കൊടുക്കേണ്ടത് 2 ദിവസം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അത് നടക്കുന്നത് തന്നെയാണ്. അതിലെന്താ ഇത്ര വിഷയം? പക്ഷേ ഈ കൂടിക്കാഴ്ച നടന്നതിന് തൊട്ട് അടുത്ത നിമിഷം തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗും നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായും ചേർന്നൊരു കൂടിക്കാഴ്ച. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. പക്ഷെ ഇത് കഴിഞ്ഞ ശേഷം അജിത് ഡോവലും ഈ 3 സംയുക്ത സൈനിക മേധാവികളും ഈ ആർമി, എയർഫോഴ്സ്, നേവി, ഈ 3 മേധാവികളും കൂടെ ചേർന്ന് പെട്ടെന്നൊരു മീറ്റിംഗ്. അപ്പൊ ഈ മീറ്റിംഗ്സ് ഒക്കെ വളരെ സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നടന്നു കഴിഞ്ഞ ശേഷം ഇന്ന് നമ്മൾ കേൾക്കുന്നത് അതിർത്തിയിൽ നമ്മൾ ഈ സൈനിക വിന്യാസം അല്ലെങ്കിൽ വ്യോമാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കേണ്ട വേറൊരു റിപ്പോർട്ട് ഞാൻ ഇന്റർനാഷണൽ മീഡിയയിൽ വായിച്ചതെന്ന് പറഞ്ഞാലും, ഈ പാകിസ്ഥാൻ അവിടെ ഈ ധനസഹായം കൊടുത്തിട്ടുണ്ടല്ലോ ചത്തുപോയ ഭീകരന്മാർക്കൊക്കെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ധനസഹായം കിട്ടിയത് 14 കോടി രൂപ മറ്റേ അവനാണ്, ജെയ്ഷെ മുഹമ്മദ്. കാരണം അവന്റെ അച്ഛനും അപ്പനും എല്ലാം ചത്തുപോയി. അപ്പോ അതുകൊണ്ട് തന്നെ യവന്റെ ഈ തകർന്ന ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ കേന്ദ്രം, അവിടെ നിന്നും യവൻ വേറൊരു സ്ഥലത്തേക്ക്, അത് പാകിസ്ഥാൻ സർക്കാരായിരിക്കും സ്ഥലം കൊടുത്തത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 150 ഏക്കർ ഉണ്ട്. അത് 150 ഏക്കർ സ്ഥലം കൊടുത്തിട്ട് നീ ഇവിടെ ഭീകരവാദ കേന്ദ്രം നടത്തിക്കോ എന്ന് പറഞ്ഞു. അത് ഏകദേശം ഒരു ഇന്ത്യയുടെ ഒരു തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് ലിങ്ക്സ് ഒക്കെ ഉണ്ട് അതിന്. അപ്പൊ അതൊക്കെ ഇവിടെ അവര് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇന്ത്യ, അതായത് ഒരു എനിക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണിത് സംഭവം എന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഇനിയിപ്പോ ഒരു ഇഷ്ടിക പോലും ഒരു ഭീകരവാദ കേന്ദ്രത്തിന് എടുത്ത് വെക്കാനായിട്ട് ഇന്ത്യ സമ്മതിക്കില്ല. ഇപ്പൊ ഇസ്രായേൽ ഇറാൻ അടിക്കൂലേ, ആണവ കേന്ദ്രത്തിന് വേണ്ടി ചിന്തിക്കുമ്പോൾ തന്നെ അവന്മാര് വന്ന് അടിച്ചിട്ട് പോകും. അപ്പൊ ആ ഒരു സാഹചര്യത്തിലോട്ടാണോ ഇന്ത്യ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തിനാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഈ വളരെ സ്പീഡിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്നത്? നമ്മള് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന ചർച്ചകളിലെല്ലാം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് വെടിനിർത്തലാണ്. വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അന്തിമമായ ഒരു കരാറല്ല. ഈ താൽക്കാലിക 2 കൂട്ടർ അടി നടത്തുമ്പോൾ നമ്മൾ പിടിച്ചു മാറ്റത്തില്ലേ, പിടിച്ചു മാറ്റപ്പെടുന്ന ആ മുഹൂർത്തത്തിനെയാണ് നമ്മൾ വെടിനിർത്തൽ എന്ന് പറയുന്നത്. അതല്ലാതെ അവിടെ കോംപ്രമൈസ് അല്ല. അവിടെ നമ്മൾ പിടിച്ചു മാറ്റും 2 കൂട്ടരെ, അല്ലെ, 2 സൈഡിലേക്ക് നമ്മൾ പിടിച്ചു മാറ്റി, ചെയ്യരുത്, നമുക്ക് ആലോചിച്ചിട്ട് പറയാം എന്താണ് വേണ്ടതെന്ന്, അത്രേ ഉള്ളൂ. അതാണ് വെടിനിർത്തൽ എന്ന് പറയുന്നത്. ലോകത്തെല്ലായിടത്തും വെടിനിർത്തൽ ഇതാണ്. അതിൽ വളരെ രസകരമായ വെടിനിർത്തൽ എപ്പോഴും നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ വെടിനിർത്തലാണ്. രാവിലെ വെടിനിർത്തും, വൈകുന്നേരം ആകുമ്പോൾ വെടിപൊട്ടും. അതാണ് അവരുടെ വെടിനിർത്തൽ. ലോകത്തെല്ലായിടത്തും വെടിനിർത്തലുകൾ ഉണ്ട്. ലോകത്തെല്ലായിടത്തെയും വെടിനിർത്തലുകൾ ഇന്നുവരെ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് പോയിട്ടില്ല. അത് പിന്നീട് ഒരുപാട് ചർച്ചകളും മറ്റുമൊക്കെ, തുടർ ചർച്ചകളും ഒക്കെ നടന്നിട്ടാണ് ഒരു ശാശ്വതമായ പരിസമാപ്തിയിലേക്ക് പോകുന്നത്. ഇവിടെ വീണ്ടും അന്തരീക്ഷം കുറച്ചുകൂടി കലങ്ങുകയാണ്. കാരണം ഈ പാകിസ്ഥാൻ അടങ്ങിയിരിക്കുന്നില്ല. കാരണം അവർ പഠിച്ചതേ പാടൂ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത്. അവർ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരവാദികളെ ഒരുക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ ഭീകരവാദികളുടെ ഒരു അഴിഞ്ഞാട്ടോ പ്രകടനമൊക്കെ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടതാണ്. അവിടെ അങ്ങനെ ഒരു വലിയ നീക്കം നടക്കുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശില് അവിടുത്തെ പട്ടാളം, അവിടുത്തെ ഭരണം പിടിക്കും എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിന് സമാനമായിക്കൊണ്ട് പാകിസ്ഥാൻ ശ്രീ മുനീർ അദ്ദേഹം അവിടെ പാക് ഭരണകൂടത്തിൽ പിടിമുറുക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇന്റർനാഷണൽ മീഡിയാസ് എല്ലാം പറയുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും
പാക് സൈന്യത്തിന്റെ പിടിയിലേക്ക് പാകിസ്ഥാൻ അമരുന്നു. പാക് പട്ടാള ഭരണം പാകിസ്ഥാനിലേക്ക് വരുന്നു. അവിടെ തലപ്പത്തേക്ക് വരുന്നത് മുനീറാണ്. നമുക്കറിയാം പാകിസ്ഥാന്റെ തലപ്പത്തേക്ക് ഈ പട്ടാള മേധാവികൾ ആര് വന്നാലും, മുഷറഫ് ആയാലും ആര് വന്നാലും, അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ വീരപരിവേഷം ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുക, ജനങ്ങളെ പറ്റിക്കുക, ഇതാണ് അവരുടെ ഒരു ഇത്. അത് മുഷറഫ് വരെ അത് ഏകദേശം ഒരു കുഴപ്പമില്ലാതെ പോയി. പക്ഷെ മോദി കയറിയപ്പോൾ കളി മാറി. അന്ന് മുമ്പ് മോദി ആയിരുന്നില്ല, അതുപോലെ തന്നെ ഒറ്റ കക്ഷി ഭരണവുമല്ലായിരുന്നു അന്ന്. അതുകൊണ്ടൊക്കെ ഗാർഗിൽ പോലുള്ള ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാനും കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ധനുഷ് പറഞ്ഞ കണക്ക് അവിടെ ഒരു ചെറിയ മൂവ്മെന്റ് നടക്കുമ്പോഴേ കയറി അടിക്കുന്ന ഒരാളാണ് ഇപ്പുറത്തെ സൈഡിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഷോ കാണിക്കാൻ മുനീറിന് താല്പര്യമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ അമേരിക്കയുടെ ഒരു വലിയ പിന്തുണ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ വെപ്പൺസിന്റെ ഒരു ഷോ ഇവിടെ കാണിക്കാനും അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. കാരണം ഇപ്പൊ തന്നെ കുറച്ച് ആയുധങ്ങളൊക്കെ അവർ വാങ്ങിയിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനവർ, കാരണം ഒരു പരാജിതനായ സൈനിക മേധാവി എന്ന നിലയിൽ നിന്ന് താൻ തിരിച്ചടിച്ചു, താൻ ഒരു വലിയ അറ്റാക്ക്. കാരണം അവർക്ക് നമ്മളെ ഒരുപാട് അടിച്ചു നിൽക്കണമെന്നൊന്നുമില്ല. എവിടെങ്കിലും നമുക്ക് ഒരു മാരകമായി പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ മുനീർ അവിടുത്തെ ഒരു വീരനായകനായി വാഴ്ത്തപ്പെടും. ഇത് നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മൂവ്മെന്റ്. കാരണം മുനീർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സൈനിക മേധാവി അല്ല അദ്ദേഹം. പാകിസ്ഥാനിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇദ്ദേഹം ഒരു മതമേലധ്യക്ഷന്റെ മകനായിരുന്നു. ഇദ്ദേഹവും മതപ്രഭാഷണവും മറ്റും നടത്താൻ പോകുന്ന ഒരു സൈനിക മേധാവിയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ അതെ, ഭീകരവാദി. അത് തന്നെ പച്ച മലയാളത്തിൽ അതാണ് യൂണിഫോം ഇട്ട ഭീകരവാദി. ഡെക്കറേഷൻ വേണ്ട, അത് തന്നെയാണ് അതിന്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നും നാളെയുമായി പാകിസ്ഥാൻ അവരുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ അവരൊരു സൈനിക അഭ്യാസത്തിന് നോട്ട പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് അതുവഴിയുള്ള യാത്രാ വിമാനങ്ങളും മറ്റുമൊക്കെ ഈ റൂട്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ നോട്ടീസ് ടു എയർമെൻ എന്ന് പറഞ്ഞ നോട്ടീസ് അവർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് സമാനമായിട്ട് ഇന്ത്യ ഗുജറാത്ത് മുതൽ രാജസ്ഥാൻ വരെ നീളുന്ന അന്താരാഷ്ട്ര അതിർത്തി ഒരു വലിയ വ്യോമാഭ്യാസത്തിന് നമ്മൾ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് വലിയ ലോങ്ങിൽ ഉള്ളൊരു ഇതാണ്. കാരണം ഗുജറാത്ത് ടു രാജസ്ഥാൻ വരെ നീളുന്ന, ജോധ്പൂർ വരെ നീളുന്ന ഒരു വലിയ സൈനികാഭ്യാസമാണ്. ഇതിൽ റഫേൽ, മിറാഷ് 2000, സുഖോയ് 30 തുടങ്ങിയ വിമാനങ്ങൾ പങ്കെടുക്കും എന്നുള്ളതാണ് മാധ്യമ വാർത്തകൾ. ഒപ്പം തന്നെ നമ്മുടെ ആധുനികമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും, അതായത് ഇതിനോട് അനുബന്ധമായിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സ് ആണല്ലോ ഇത് നടത്തുന്നത്. അത് നമ്മുടെ വെസ്റ്റേൺ കമാൻഡ് ആണ് ഇപ്പൊ ഈ വ്യോമാഭ്യാസം നടത്തുന്നത്. അപ്പൊ അതിനകത്ത് അങ്ങനെയുള്ള ഉപകരണങ്ങളുടെ ഒരു പരിശീലനം കൂടി അതിൽ നടക്കും എന്നുള്ളത്. അതായത് ഇന്ത്യ 24 hours സജ്ജമാണ്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ, ഇല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രേക്ക് വന്നപ്പോൾ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് ഞങ്ങൾ പിന്മാറിയതല്ല, ഞങ്ങൾ തൽക്കാലം നിങ്ങൾ പറഞ്ഞത് കേട്ടുകൊണ്ട് നിങ്ങൾക്കൊരു ചെറിയ ബ്രേക്ക് തന്നതാണ്. ഇവിടം കൊണ്ട് നന്നായില്ല, ഇതിനേക്കാൾ മാരക അടിയായിരിക്കും ഇനി തരാൻ പോകുന്നത് പറഞ്ഞിരുന്നു. വളരെ നമ്മൾ ശ്രദ്ധാപൂർവ്വം കാണേണ്ട ഒരു കാര്യം. ഇപ്പൊ ധനുഷ് പറഞ്ഞ ഈ രാഷ്ട്രപതിയെ കാണാൻ പോകുന്നത് കാര്യത്തോടൊപ്പം തന്നെ നമ്മുടെ ഒരു സേനാ വിഭാഗത്തെ പോലും അതിർത്തിയിൽ നിന്നും മാറ്റിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മളുടെ ഒരു സേനാ വിഭാഗവും പിന്മാറിയിട്ടില്ല എന്നുള്ളത് മാത്രവുമല്ല, കൂടുതൽ സേനാ വിഭാഗങ്ങളെ, സാമഗ്രികളെ നമ്മൾ അതിർത്തിയിൽ എത്തിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാഷ്ട്രപതിയെ കാണുന്നു. സ്വാഭാവികമാണ്, നമ്മുടെ പാർലമെന്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് രാഷ്ട്രപതിയെ കാണുന്ന ഒരു ചടങ്ങ് തന്നെയുണ്ട്. പക്ഷെ അവിടെ അതല്ല വാർത്ത. അതിന്റെ രണ്ടാമത് പോയിട്ട് ശ്രീ രാജ്നാഥ് സിംഗും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായും രാഷ്ട്രപതിയെ കണ്ടു എന്നുള്ളൊരു വലിയ വാർത്ത തന്നെയാണത്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി കാണുന്നത് എല്ലാ പാർലമെന്റ് സെഷന് മുമ്പും രാഷ്ട്രപതിയെ കാണുകയും പാർലമെന്റ് സെഷൻ തുടങ്ങാനുള്ള ഒരു അനുവാദം വാങ്ങുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് എല്ലാ പാർലമെന്റ് സെഷനും ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രി ആ സമയത്ത് ഇല്ല എങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഏറ്റവും മുതിർന്ന അംഗം അവിടെ ധരിപ്പിക്കുകയോ മറ്റും ചെയ്ത് അങ്ങനെ ഒരു പെർമിഷൻ നമ്മൾ വാങ്ങി. അപ്പൊ അതായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ രണ്ടാമത്തെ ദിവസം തന്നെ രണ്ടാമത് നടന്നൊരു മീറ്റിംഗ് കുറച്ചുകൂടി നമ്മളിലേക്ക് സംശയം ജനിപ്പിക്കുന്നു. കാരണം രാജ്നാഥ് സിംഗും അമിത്ഷായും കാണുന്നു. അതിന് തൊട്ടു പിന്നെ അജിത് ഡോവല് 3 സേനാ മേധാവികളുടെയും ഒരു സംയുക്ത യോഗം വിളിക്കുന്നു. ആ യോഗത്തിന് ശേഷം പുറത്തു വരുന്ന ആദ്യത്തെ വാർത്ത, ഇന്ത്യ വീണ്ടും വ്യോമാഭ്യാസം ആരംഭിക്കുന്നു അതിർത്തിയിൽ. അതായത് ഇപ്പൊ ഇതിനെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത് ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത ഇന്ത്യ പാക് ബോർഡറിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം സംഘർഷ സാധ്യതയ്ക്ക് അയവ് വന്നിട്ടില്ല നിലവിൽ. കാരണം അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ മുനീറാണ്. മുനീറിനെ സംബന്ധിച്ച് അയാൾ ഒരു തോറ്റ പടനായകനാണ്. ഇപ്പൊ പാക് മീഡിയാസ് തന്നെ അത് പുറത്തു പറയുന്നുണ്ട് അങ്ങനെ. കാരണം ഒരു വീരനായകൻ എന്നുള്ളിടത്ത് നിന്ന് തങ്ങളുടെ രാജ്യത്തെ നാണം കെടുത്തിയവൻ എന്നൊരു നിലയിലേക്ക് മാറുന്നു. ഒരുപക്ഷെ ഭാവിയിൽ, ഇപ്പോഴല്ലെങ്കിലും ഭാവിയിൽ അത് ജനരോഷം അദ്ദേഹത്തിനെതിരെ തിരിയാനുള്ള സാധ്യതകളും അനവധിയുണ്ട്. പിന്നെ ഈ സിന്ധു നദീജല കരാർ അത് ഇന്ത്യ പുനഃപരിശോധിച്ചിട്ടില്ല. വെള്ളം കിട്ടാത്തൊരു വലിയ പ്രതിസന്ധി പാകിസ്ഥാൻ അലട്ടുന്നുണ്ട്. ഇതൊക്കെ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു നാണക്കേട് വരുത്തി വെച്ചതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയേണ്ടി വരും.
കാരണം അത് പാകിസ്ഥാൻ തന്നെ ഓപ്പണായിട്ട് പലയിടത്തും സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഉപഗ്രഹ ചിത്രം പുറത്തു വന്നിരുന്നു, അവരുടെ കിരാന കുന്നുകളുള്ള ആണവ കേന്ദ്രത്തിന്റെ കവാടങ്ങളിൽ ഇന്ത്യയുടെ ആക്രമണം നടന്നിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ അപമാനകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് മുനീർ എന്ന് പറയുന്ന ഈ പട്ടാള മേധാവി, അദ്ദേഹം അത് ഏത് പട്ടാള മേധാവി കയറിയാലും അവരുടെ വീരത്വം കാണിക്കാറുള്ളതാണ്. പക്ഷെ മുനീർ കയറുമ്പോൾ ആ ഒരു പവറിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ആ വിശ്വാസം തിരിച്ചെടുക്കണമെങ്കിൽ ഇന്ത്യയിൽ അവർക്കൊരു മെയിൻ അറ്റാക്ക് നടത്തണം. അതാണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതായത് തങ്ങളെ ഇപ്പൊ എന്തായാലും ലോകം തന്നെ പറഞ്ഞു കഴിഞ്ഞത് യാഥാർത്ഥ്യം എന്തെന്നുള്ളത്. കാരണം അറഞ്ചം പുറഞ്ചം അടി വാങ്ങി പാകിസ്ഥാൻ. അവരുടെ പ്രധാനപ്പെട്ട 11 വിമാനത്താവളങ്ങൾ താറുമാറായി, ഇപ്പോഴും മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട വിമാനങ്ങൾ പോയിട്ടുണ്ട്. രാത്രിക്ക് രാമായണം അവരുടെ പ്രധാനമന്ത്രിക്ക് സ്വന്തം വീട് വിട്ടോടി ബങ്കറിൽ ഒളിക്കേണ്ടി വന്നു. അങ്ങനെ അനവധി പ്രശ്നങ്ങൾ നിൽക്കുന്നു. അപ്പൊ ഈ നാണക്കേടിൽ നിന്ന് സ്വന്തം ജനതയുടെ വീര്യം ഉയർത്തുവാനും അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ ഇത്രയും നാള് തങ്ങൾ ഒരു ആണവായുധ രാജ്യമാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ എല്ലാവരും പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. ഈ മേഖലയിൽ തന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ വലിയ, അതായത് ഇറാനും ഇറാഖും ഒക്കെ നമ്മൾ മുൻപ് കേട്ടിരുന്നു. സദാം ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഇറാഖ് വലിയ പുലിയായിരുന്നു, കടുവയായിരുന്നു. പക്ഷെ അമേരിക്കൻ ഇൻവേഷനോടുകൂടി അല്ലെങ്കിൽ ആ വാറോടുകൂടി ആ ഒരു പേരും പെരുമയൊക്കെ പോയി. പിന്നീട് നമ്മൾ കേട്ടത് ഇറാൻ ആയിരുന്നു. പക്ഷെ ഇറാനിലും ഇപ്പൊ വലിയ രീതിയിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നില്ല. പിന്നെ ഉള്ള ഒന്ന് തുർക്കിയായിരുന്നു. തുർക്കി എന്താണെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ബോധ്യം വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇവിടെയാണ് പാകിസ്ഥാന്റെ പ്രാധാന്യമുള്ളത്. അത് ഇസ്ലാമിക ലോകത്തെ അവരുടെ ഏറ്റവും വലിയ സംരക്ഷകൻ എന്ന റോളിലേക്ക് ഉയർന്നു വന്നിരുന്ന പാകിസ്ഥാൻ ഇപ്പൊ നിലംപരിശായി കിടക്കുന്ന കാഴ്ചയാണ്. കാരണം പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ അടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ശക്തമായി ഇന്ത്യക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുമെന്ന് ഈ രാജ്യത്തുള്ള ഒരുപിടി ആളുകളെങ്കിലും, അതായത് പാകിസ്ഥാൻ ജയിക്കണമേ എന്നുള്ളിൽ കരുതുന്ന ഒരുപിടി ആളുകളെങ്കിലും കരുതിയിരുന്നവരാണ് അത് പാകിസ്ഥാൻ വലിയ അറ്റാക്ക് നടത്തും. അങ്ങനെ അറ്റാക്ക് നടത്തിയിരുന്ന അത് വെച്ച് നമുക്ക് ഈ കേന്ദ്രത്തെ ഇത് ചെയ്യാൻ പറ്റും, മുൾമുനയെ നിർത്താൻ പറ്റും, ഇങ്ങനെയൊക്കെ കരുതിയിരുന്നവരുണ്ട്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതായത് അവരുടെ സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ സൈനിക താവളത്തിൽ വീണത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിനെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരൊരു മേജർ പവറായി മാറിയേ മതിയാകും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇതിൽ വലിയ താല്പര്യങ്ങൾ ഉണ്ടാകും. കാരണം അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ത്യയെ വരട്ടാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ് ട്രംപിന്. കാരണം പുള്ളിക്ക് ഏത് വിധേനയും നോബൽ പ്രൈസ് വാങ്ങണം, രണ്ടാമത് ഇപ്പോൾ ഈ ട്രേഡിങ്ങിന്റെ ഒരു പ്രഷർ കൊടുക്കണം, അങ്ങനെയുള്ള ഒരു അഭ്യാസവും കൊണ്ടാണ് പുള്ളി നിൽക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് അനിവാര്യമായ ഘട്ടത്തിൽ ഞങ്ങൾ ആ പാലം കടക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതൊരു മുന്നറിയിപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഇപ്പം നമ്മൾ വളരെ ഭംഗിയായി തന്നെ മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് വീണ്ടും ഒരു സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ നീങ്ങുന്നത്. അതിലൊന്ന് ബംഗ്ലാദേശ് നടക്കുന്ന മൂവ്മെന്റുകൾ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതായ ഒരു മൂവ്മെന്റ് ആണ്. അവിടെ ഒരു പട്ടാള പഠനത്തിലേക്ക് പോവുകയാണെങ്കിൽ സമാനമായ രീതിയിൽ പാകിസ്ഥാനിലേക്കും പോകും. ബംഗ്ലാദേശിൽ ഈ പട്ടാള ഭരണത്തിലേക്ക് പോകുമ്പോൾ അതിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരുപക്ഷെ യൂനസും സംഘവും ഈ പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി ഇന്ത്യൻ അതിർത്തികളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് തന്നെ പാകിസ്ഥാന്റെ അതിർത്തികളും അവരുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് ഒരേ സമയത്ത് 2 യുദ്ധമുഖം തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തേക്ക് തന്നെ നമ്മൾ പോയതാണ്. തീസ്ത പ്രഹാർ ഒക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രമായിരുന്നു. അത് അനവധി വട്ടം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അതിന് സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. വീണ്ടും ഇരു രാജ്യങ്ങളും വ്യോമാഭ്യാസവും മറ്റും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഈ വ്യോമാഭ്യാസവും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ പതുക്കെ അത് 1-2 ദിവസത്തിനുള്ളിൽ അത് വീണ്ടും വീണ്ടും ചൂടുപിടിച്ച് ആരാദ്യം തല്ലും എന്നുള്ള നിലയിലേക്കാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് ഇപ്പൊ മടിയൊന്നുമില്ല കയറി തല്ലാനായിട്ട്. കാരണം ഈ ധനുഷ് നേരത്തെ പറഞ്ഞ ഈ ഭീകര സംഘടനകളൊക്കെ ഇപ്പൊ ചെയ്യുന്ന പണി അവരുടെ ഈ ഗ്രൂപ്പുകളെ ചെറുതാക്കിയിട്ടുണ്ട്. 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുകളെ ആക്കിയിട്ട് ഈ POK അടക്കം അവര് കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണ് ഇടുന്നത്. അതായത് വലിയ സ്ഥാപനങ്ങൾ, കാരണം ഒരു ബ്രഹ്മോസ് തീരരുത്, അനവധി കുറഞ്ഞ പക്ഷം ഇന്ത്യയുടെ ഒരു 10-15 മിസൈലെങ്കിലും നമുക്ക് ചെലവാക്കിക്കണം എന്നൊരു ദുരുദ്ദേശമാണെന്ന് തോന്നുന്നതിന് പലയിടത്തായിട്ട് ചെറിയ ചെറിയ യൂണിറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ഒരു നേതാവ് അസദ് മസൂറിനെ ഇപ്പോൾ നമ്മൾ POKയിൽ കണ്ടതായിട്ടുള്ള വാർത്തയും ഇന്ത്യൻ ഏജൻസിയിൽ തന്നെ കൊടുത്തതായിരിക്കണം. ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഏത് സാഹചര്യത്തിലും അതൊരു കളം ഒരുങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇത്തവണ തോന്നുന്നത് പിന്നെ ഇതിനകത്തൊരു വലിയ വിഷയം കൂടി വരുന്നുണ്ട്. അധികം വൈകാതെ ഈ പാക് അധിനിവേശ കാശ്മീരില് ഒരു ബലൂചിസ്ഥാൻ മോഡൽ അരങ്ങേറാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് വളരെ ഒരു ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഒരു മാറ്ററാണ്. അങ്ങനെ ഒരു സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു. അതുമുണ്ട്. അതായത് മൊത്തത്തിൽ ഒന്ന് കലങ്ങി നിൽക്കുന്നു ഈ സാഹചര്യം. ഒപ്പം തന്നെ ചൈനയുമായിട്ട് ഇപ്പൊ നമ്മൾ പ്രശ്നങ്ങളില്ലാതെ മുൻപോട്ട് പോവുകയാണ്. ഇനി ചൈനയുടെ റോൾ എന്താണെന്നുള്ളത് കാത്തിരുന്ന്
കാണേണ്ടി വരും ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൈന എന്ത് അതെ. ചെയ്യുന്നു. കാരണം RIC ട്രോയ്ക്കൊക്കെ ഉണ്ട്. ഈ RIC ട്രോയ്ക്കയിൽ ഇന്ത്യ വലിയതായിട്ട് തല കൊടുക്കുന്നില്ല എന്നുള്ള, കാരണം ഇന്ത്യ വളരെ കരുതലോടെയാണ് മുൻപോട്ട് പോകുന്നത്. കാരണം ഇപ്പോഴത്തെ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ചൈനയാണ്. അപ്പം ഈ ചൈനയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഈ ആവശ്യമില്ലാതെ കൈ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഇന്ത്യ ഒരു നിർണായക റോളിലേക്ക് RIC നിൽക്കുകയാണ്. അപ്പം ഇന്ത്യ എങ്ങനെയെങ്കിലും കൂട്ടുപിടിക്കുക എന്നുള്ള, അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒരു ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് ചൂണ്ടയിട്ടിട്ട്. കാരണം ഞങ്ങൾ ഇനി അടിക്കുകയാണെങ്കിൽ യുവമാര് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇനി RIC വേണ്ടല്ലോ. കാരണം റഷ്യക്ക് ഇത് എന്ത് വന്നാലും RIC വേണമെന്നുള്ളത് നിൽക്കുന്നു. റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൂടിയേ കഴിയും. കാരണം ആയുധങ്ങളായാലും പെട്രോളായാലും ഒക്കെ നമ്മളാണ് വാങ്ങുന്നത്. അപ്പൊ എന്ത് പറ്റും, ഇത് സ്വാഭാവികമായി ഇനിയൊരു അടി ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാലും ചൈന സംബന്ധിച്ച് അവരിപ്പോഴുള്ള നിലപാട് തുടരാനാണ് വീണ്ടും സാധ്യത. നിശബ്ദമായി ഇരിക്കുക. കാരണം ചൈനയ്ക്ക് ഇനിയിപ്പോ കൊണ്ട് തലവെച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ആഗോളതലത്തിൽ തന്നെ പ്രശ്നങ്ങൾ വഷളായിരിക്കും. ഇനി ട്രംപിന്റെ റോളായിരിക്കും ഈ അടുത്ത അടിക്ക് നിർണായകമായി വരുന്നത്. ഈ അളിയൻ എന്തൊക്കെ ചെയ്യുമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. കാരണം ഏത് സ്റ്റാൻഡ് എടുക്കുമെന്നോ എങ്ങനെ എടുക്കുമെന്നൊന്നും. പക്ഷെ എന്ത് പറഞ്ഞാലും പുള്ളി ഏറ്റവും അവസാനം പറഞ്ഞു വെക്കും, ഞാനാണെല്ലാം തീർത്തത്, എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയേ പറ്റൂ എന്ന് പറയും. എങ്ങനെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ട്രംപിനെ ഒതുക്കാനായിട്ട് ആരെങ്കിലും ഒരു നോബൽ പ്രൈസ് മേടിച്ച് പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറെ പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി കുറെ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് തീരുമാനം എടുത്തിട്ടേ ഇദ്ദേഹത്തിന് തന്നെ കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നാറ്റോ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ വലിയ പോർവിളികളും ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ്. ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് അതില്ലായിരുന്നു. ഇപ്പൊ നാറ്റോ മേധാവി, ഇപ്പൊ അവരുടെ ഒരു സെനറ്റർ അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ തകർത്ത് കളയുമെന്നാണ്. ഇന്ത്യ ചൈനയൊക്കെ ഞങ്ങൾ തകർത്ത് കളയും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ പ്രത്യക്ഷമായി തന്നെ പോർവിളികളുമായിട്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി തുടങ്ങുന്ന ഒരു സംഘർഷം അത് ഏതൊക്കെ രീതിയിൽ പോകുമോ എന്നറിയില്ല. പക്ഷെ റഷ്യ ഇനി പഴയതുപോലെ ആയിരിക്കില്ല. ഇന്ത്യയുടെ കേസിലേക്ക് വരുമ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വെറും ഒരു സൗഹൃദമല്ല, സൈനിക സഹകരണമാണുള്ളത്. പരസ്പരം സഹായിക്കുക എന്നുള്ള സഹകരണമാണുള്ളത്. ആ സഹകരണം ഏത് മേഖലയിലേക്ക് മാറും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായി വരും. ഇപ്പൊ ഈ ശാക്തിക ചേരി മാറിയിട്ടുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഒരു റിലേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. ഇന്ത്യ അർമേനിയക്ക് ധൃതി പിടിച്ച് ആയുധങ്ങൾ നൽകുന്നു. അപ്പം അസർബൈജാൻ ഇതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അത് അർമേനിയ വഴി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി തുർക്കിക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇനി സൈപ്രസിന് ആയുധങ്ങൾ കൊടുത്തതെന്ന് അറിയില്ല. അങ്ങനെ എല്ലായിടത്തേക്കും കളമൊരുങ്ങി നിൽക്കുന്നു. ഇനി ഈ കഥാപാത്രങ്ങളും കഥയും എല്ലാം യോജിച്ച് വരുമ്പോൾ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തും. നമ്മൾ ഇത് മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു പുകമറ പോലെയാണ് നിൽക്കുന്നത്. ഒരു സൈഡിൽ നാറ്റോ, മറു സൈഡിൽ ആരൊക്കെയാണെന്ന് അറിയില്ല. ഇത് എങ്ങനെയൊക്കെയാണ് ഇപ്പൊ അതിന്റെ പിക്ചർ ഏതാണ്ട് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പിക്ചറും പതുക്കെ പതുക്കെ ക്ലിയർ ആയി വരുന്നത്.